ഹായ്. ഇന്ന് എൻ്റെ കൂട്ടുകാരോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇരുന്നത് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു അവസരങ്ങൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ അവസരങ്ങൾ ഒരിക്കലും വേണ്ടെന്ന് വെക്കരുത്. പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്റ്റേജ് ഷോ അല്ലെങ്കിൽ സ്റ്റേജിലൊരു പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഞാൻ ലാസ്റ്റ് ഇയറാണ് ആദ്യമായിട്ട് ഞാനൊരു സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ഞാൻ ആ ഒരു സ്റ്റേജ് പെർഫോമൻസ് ഒരു ജോസഫിൻ്റെ ഒരു വേഷം പക്ഷേങ്കിൽ ത്രൂ ഔട്ട് ഇല്ലായിരുന്നു. ഇടയ്ക്ക് വരുന്നു പോകുന്നു, പിന്നെ ഇടയ്ക്ക് വരുന്നു, അത്രയൊക്കെ ഉള്ള ഒരു പെർഫോമൻസാണ് ഞാൻ ലാസ്റ്റ് ഇയർ ഞാൻ പ്രസൻറ്റ് ചെയ്തത്. ഈ വർഷം പക്ഷേങ്കിൽ ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന ആ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ത്രൂ ഔട്ട് ഒരു പിന്നെ ക്യാരക്ടർ കിട്ടി. പക്ഷേങ്കിൽ എൻ്റെ ഒരു ഇതിൽ ഞാൻ ആ ഒരു ക്യാരക്ടറിന് ഒരു 100% ഞാൻ കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ആക്ച്വലി ഞാൻ ഇതിനെപ്പറ്റി പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഇതിന് ചേരുന്നതിന് മുമ്പായിട്ടോ വേണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ കുറേ പ്രാവശ്യം ഞാൻ ആലോചിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഫൈനലായിട്ട് പിന്നെ ശരി ഓക്കെ എന്ന് പറഞ്ഞത് കേട്ടോ. അത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതിന് ചേർന്ന് കഴിഞ്ഞാൽ കൊണ്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രാക്ടീസിനൊക്കെ പോകാനുള്ള ടൈം ശരിയാവുമോ, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ മറ്റുള്ള വീഡിയോ ചെയ്യൽ, അത് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഫുള്ള് ബിസി ആയിട്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ എനിക്കത് സാധിക്കുമോ, പിന്നെ ശരിക്കും പ്രാക്ടീസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് 100% കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ടെൻഷനിലൊക്കെ ഞാൻ ആദ്യം വേണോ വേണ്ട എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു. പക്ഷേങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ലാസ്റ്റ് സാറ്റർഡേ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം. അത് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വേറൊന്നുമല്ല, മനസ്സിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് വരെ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഫുള്ളിങ്ങനെ വിറയ്ക്കും കേട്ടോ. കയ്യിൽ ന്യൂസ് പേപ്പറൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ ടക്കടക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ മുഖത്തോട്ട് വന്ന് അടിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എൻ്റെ കൈ വിറയ്ക്കും. ആ രീതിയിലൊക്കെ ഉള്ളൊരു വിറയിലും ഒരു ടെൻഷനും ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരു 2 മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഞാൻ ആ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ത്രൂ ഔട്ട് എൻ്റെ ക്യാരക്ടറിൽ ഞാൻ നിൽക്കണം, എനിക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിറയിലും ടെൻഷനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റൂല. എനിക്ക് പിന്നെ കൂടുതൽ ഇങ്ങനെയുള്ളൊരു സ്റ്റേജ് പെർഫോം ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല, എല്ലാം നിനക്ക് അറിയാമല്ലോ. പക്ഷെ അതൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കയറി. ആ കയറുന്ന ആ ടൈമിലുണ്ടാകുന്ന ആ ഒരു ടെൻഷനും വിറയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ അവിടെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടെ നിന്നൊക്കെ ഒരു ധൈര്യം വന്നു കേട്ടോ. ആ ധൈര്യം വന്നു. പക്ഷേങ്കിൽ എൻ്റെ ഒരു ഇതും പ്രകാരം കാണുന്നവർക്ക് അതെങ്ങനെയാണെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഒരു ഇതിൽ ഞാൻ 100% ഞാൻ കൊടുത്തു. എൻ്റെ കഴിയുന്ന രീതിയിൽ ഞാൻ 100% അതിൽ ഞാൻ പ്രയത്നിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത്രയും ഞാനല്ല, ഞങ്ങൾ കേട്ടോ. കാരണം വെച്ചാൽ ഞങ്ങളുടെ ആ ഒരു ടീമാണ്, ഞങ്ങളുടെ ആ ഒരു ടീമിൻ്റെ ആ ഒരു എഫേർട്ടും പിന്നെ ആ ഒരു പിന്നെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് അത്രയും നന്നായിട്ടത് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചത്. ഞാൻ വേറൊന്നുമല്ല ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുന്നൊരു കാര്യം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു അവസരങ്ങൾ ഇപ്പം ചർച്ചിലാവാം, അല്ലെന്നുണ്ടെങ്കിൽ എവിടെ ആയിക്കോട്ടെ, പുറത്തായാലും എവിടെ ആയാലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരങ്ങൾ വേണ്ടാന്ന് വിചാരിക്കുന്നത്. മാക്സിമം എത്ര നമുക്ക് ഒരിടത്ത് പെർഫോം ചെയ്യാൻ പറ്റുമോ, എത്ര നമുക്ക് നമ്മളുടെ 100% കൊടുക്കാൻ പറ്റുമോ, ഒരിടത്ത് ഒരാൾ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിച്ച് കയറിയങ്ങ് ചെന്നേക്കണം കേട്ടോ. ചെന്നേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്കതൊക്കെ കിട്ടുന്ന ഒരു അവസരങ്ങളാണ്, ഒരു ചാൻസാണ്. അത് എല്ലാവർക്കും എപ്പോഴും കിട്ടണമെന്നില്ല. ആ കിട്ടുന്ന ടൈമിൽ അത് വിനിയോഗിക്കുക. കാരണം വെച്ചാൽ ഞാൻ ഇത്രയും വർഷം സ്കൂളിലാവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോളേജ് ലൈഫിലാവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഇടത്തും എനിക്ക് അങ്ങനെ ഒരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് അങ്ങനത്തെ ഒരു അവസരം കിട്ടി. ഞാൻ ആക്ച്വലി എന്നാൽ സാധിക്കുമോ, എത്രത്തോളം ആവും എന്നുള്ള ഒരു കോൺഫിഡൻസ് പോലും ഇല്ലാതാണ് ഞാൻ ഇത് ചെയ്തത്. ലാസ്റ്റ് ഇയർ ചെയ്തപ്പം ഓക്കെ, അത്രയ്ക്ക് എത്ര പാട്ടേ ഉള്ളായിരുന്നു, അത് ചെയ്തു. അതും എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ 100% കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ പ്രാവശ്യത്തെ ഈ ഒരു സ്കിറ്റ് എന്ന് പറഞ്ഞത് എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ ആ ഒരു പ്രസൻസ് അവിടെ വേണമായിരുന്നു. അതിനകത്ത് കുറച്ച് സ്ഥലത്ത് മാത്രം ഞാൻ മാറി നിന്നത്. കുറച്ച് സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ആ ഒരു പിന്നെ പഴയകാല ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ എൻ്റെ ഒരു പ്രസൻസ് ഇല്ല. ബാക്കി ഫുള്ള് തുടക്കം മുതൽ അവസാനം വരെ അവിടെ നിന്നിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. അത് നമ്മൾ ഓരോ സ്റ്റേജ് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് കോൺഫിഡൻസ് വരുന്നത്, നമുക്ക് ധൈര്യം വരുന്നത്. നമുക്ക് ആദ്യമൊക്കെ നമുക്കൊരു ഉള്ളിലുള്ളൊരു ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എങ്കിൽ അത് പോകെ 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 അതങ്ങ് കുറയുകയും ചെയ്യും. പിന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ടാവും. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു കലാകാരനുണ്ടാവും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒളിഞ്ഞു കിടക്കുന്ന ആ കലാകാരി അല്ലെങ്കിൽ ആ ഒരു കലാകാരനെ
അതിനെ പുറത്ത് കൊണ്ടുവരാൻ കിട്ടുന്ന അവസരങ്ങൾ അത് തക്കത്തിൽ വിനിയോഗിച്ചിട്ട് ആവത്തില്ല പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പുറകോട്ട് മാറി നിൽക്കാതെ അതിൽ പെർഫോം ചെയ്യാൻ കൊണ്ട് ശ്രമിക്കുന്നത്. അത് ഞാനൊരു ഉദാഹരണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എൻ്റെ വീട്ടിലായാൽ കൂടി എനിക്ക് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ അച്ഛനടുത്ത് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കൊള്ളാം, അത്രേ ഉള്ളൂ. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള പറയലൊന്നുമില്ല. പക്ഷേ എങ്കിൽ ഇന്നത് വേണം, അത് ആ സാധനങ്ങൾ മേടിച്ച് തരും, ഇന്ന കാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഞാനാണെങ്കിൽ അച്ഛയുടെ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാനൊന്ന് അവിടെ പെർഫോം ചെയ്തത്. പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞല്ല, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ കിട്ടുന്ന ചാൻസുകൾ വേണ്ടെന്ന് വെക്കാതെ ഒരിക്കലും നമ്മൾ ഈ നോ എന്ന് പറയുന്ന സംഭവം പിന്നെ നമുക്കത് കിട്ടണമെന്നില്ല. അപ്പം എസ് എന്ന് പറയേണ്ടടുത്ത് എസ് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ആസ്വദിക്കാനും സന്തോഷിക്കാനും കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും വേണ്ടെന്ന് വെക്കരുത്. അതെൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് ഈ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്ത കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ജീവിതത്തിലെ അവസരങ്ങൾ എപ്പോഴും നമ്മളെ തേടി വരത്തില്ല, തേടി വരുന്ന അവസരങ്ങൾ തക്കതായിട്ട് വിനിയോഗിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുവരെ. ടേക്ക് കെയർ, ബൈ.